ഹായ് എവരി വൺ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ ഓപ്പറേഷൻ റിസർച്ചിന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ റിസർച്ച് എന്നുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടോട്ടൽ 4 ബ്ലോക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ബ്ലോക്കിൽ നിന്ന് തന്നെ നമ്മുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, ഇൻട്രൊഡക്ഷൻ ടു ഓപ്പറേഷൻ റിസർച്ച്. ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് 2 യൂണിറ്റ് ആണ് കവർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഓവർവ്യൂ, സെക്കൻഡ് യൂണിറ്റ് ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ ആൻഡ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഓവർവ്യൂ. ഈ ഒരു യൂണിറ്റ് 2 പാർട്ട് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഓപ്പറേഷൻ റിസർച്ച്? നമുക്ക് ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ഈ ഒരു യൂണിറ്റ് 1 കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഓപ്പറേഷൻ റിസർച്ച്, അതിന്റെ മീനിങ്, പർപ്പസ്, ലിമിറ്റേഷൻസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. കൂടാതെ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ എപ്പോഴാണ് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഒരു ഒറിജിൻ ഉണ്ടായിരുന്നത്, ആദ്യമായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചത്, ഞാൻ ഓൾറെഡി വേൾഡ് വാർ 2 സമയത്താണെന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ OR ഉപയോഗിക്കുന്ന അപ്രോച്ച്, ടൂൾസ്, ടെക്നിക്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ എന്താണ് ORന്റെ, പിന്നെ കമ്പ്യൂട്ടർ പാക്കേജസിന് ORലുള്ള ഇമ്പോർട്ടൻസ് എന്താണ്, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് ഓപ്പറേഷൻ റിസർച്ച് ആൻഡ് ഓവർവ്യൂ എന്ന് പറഞ്ഞ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഈ ആദ്യത്തെ 3 ടോപ്പിക് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത് ഇൻട്രൊഡക്ഷൻ, ORന് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരുന്നു. കൂടാതെ ORന്റെ ഹിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ നമ്മൾ ORൽ ഉപയോഗിക്കുന്ന അപ്രോച്ചുകളും ടെക്നിക്സും ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ യൂണിറ്റിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓപ്പറേഷൻ റിസർച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഓപ്പറേഷൻ റിസർച്ച് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് വേൾഡ് വാർ 2 സമയത്താണ്. അപ്പോൾ ഇതിന്റെ ഒരു രണ്ടാം പകുതിയിൽ ആണ് ഇത് ആദ്യമായിട്ട് OR നമ്മൾ യൂസ് ചെയ്യുന്നത്. മിലിറ്ററി ഓപ്പറേഷൻസിൽ മുന്നോട്ട് വന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആദ്യമായിട്ട് OR ഉപയോഗിച്ചു. ഏകദേശം ഒരു 70 വർഷമായിട്ടുണ്ടാകും ഇപ്പോൾ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ ഒരു സബ്ജക്ട് നമ്മൾ മുന്നിലേക്ക് വന്നിട്ട്. നമ്മളിപ്പോൾ പഠിക്കുന്നതും പഠിക്കാൻ പോകുന്നതുമായ നമ്മളിപ്പോൾ ഓരോ പ്രോബ്ലംസ് ഓരോ യൂണിറ്റ് ആയിട്ട് പഠിക്കുന്നതിന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നതും പഠിക്കാൻ പോകുന്നതുമായ പല ടൂൾസും കാര്യങ്ങളും എല്ലാം ഈ ഒറിജിൻ കഴിഞ്ഞ ആദ്യത്തെ ഒരു 20 വർഷം കൊണ്ട് തന്നെ മോസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ പ്രോബ്ലംസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോൾ ആദ്യത്തെ ഒരു 20 വർഷം കൊണ്ട് തന്നെ ഡെവലപ്പ് ആയി വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് 70 വർഷത്തിന് ശേഷം നമ്മൾ ഇന്ന് കാണുന്ന ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ഓരോ സമയത്തും നടന്നത്, ഓരോ ടൂൾസും ടെക്നിക്സും എങ്ങനെയൊക്കെയാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 70 വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്സ് മാത്രമാണ്. പക്ഷെ ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. മാത്തമാറ്റിക്സ് മാത്രമല്ല ORൽ വരുന്നത്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ഉണ്ട്, ഈവൻ സൈക്കോളജി വരെ ORൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ് ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഓപ്പറേഷൻ റിസർച്ചിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസും അത് ഓരോന്നും അപ്രോച്ച് ചെയ്ത് ഓരോ രീതിയിലാണ് നമ്മൾ ഓരോ ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഈ വെൽ ഡെവലപ്ഡ് ഫീൽഡാണ് OR എന്ന് പറയുന്നത്. നമുക്ക് വളരെ വൈഡ് വെറൈറ്റീസ് ഓഫ് പ്രോബ്ലംസ്, വളരെ സങ്കീർണമായ ടെക്നിക്സും ടൂൾസും യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഒരു സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഡിസിഷൻ മേക്കിംഗ് ആയാലും സോഴ്സ് അലോക്കേഷൻ ആയാലും നമുക്ക് നിരവധി പ്രോബ്ലംസ് ഇനി മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സയന്റിഫിക് അപ്രോച്ച് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് OR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ടാകും, എന്താണ് OR എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ടൂൾ അല്ലേ, നമ്മുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുന്നു, നമ്മൾ അതിനെ മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യുന്നു, ജസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മാത്തമാറ്റിക്കൽ ടൂൾ, അത്രേ ഉള്ളൂ OR. പക്ഷെ അങ്ങനെയല്ല. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലങ്ങളെ നമുക്ക് അതിൽ കൂടുതലോ ടൂൾസ് യൂസ് ചെയ്തിട്ട് ടെക്നിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് വഴി നമ്മളൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് OR. ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ ടൂൾ മാത്രമായിട്ട് ORനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ OR എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൽ ഒരു പ്രൊജക്ട്, നമ്മളിപ്പോൾ ഒരു OR പ്രൊജക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നിരവധി സ്റ്റെപ്സ്, ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഒരു 6 സ്റ്റെപ്പ് കാര്യങ്ങൾ വെച്ചിട്ടാണ് OR എന്ന് പറഞ്ഞ ഒരു ബേസിക് ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്. ഒരു OR പ്രൊജക്ട് നമ്മൾ ചെയ്യുമ്പോൾ 3 കീ സ്റ്റെപ്സ് ആണ് OR പ്രൊജക്റ്റിൽ വരുന്നത്.
ഒന്നാമത് ബിൽഡിംഗ് എ മോഡൽ മീൻസ് നമ്മളിപ്പോ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുക, അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ഒരു മോഡൽ ബിൽഡ് ചെയ്യുക. ഇതെല്ലാം ഒരു ഫസ്റ്റ് കീ സ്റ്റെപ്പായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ആ ഒരു സയന്റിഫിക് അപ്രോച്ചുകളും ടൂൾസും ടെക്നിക്സും കാര്യങ്ങളും ആ പ്രോബ്ലത്തിന് അനുസൃതമായ ടൂൾസും ടെക്നിക്സും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് ആ മോഡലിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത് നമുക്ക് കിട്ടിയ സൊല്യൂഷൻ, ആ ബെസ്റ്റ് സൊല്യൂഷൻ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക, റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്യുക. ഇതാണ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ ഒരു OR പ്രൊജക്ടിന്റെ 3 കീ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ബിൽഡിംഗ് എ മോഡൽ, സോൾവിംഗ് ദ മോഡൽ, ഇംപ്ലിമെന്റിംഗ് ദ റിസൾട്ട്. ഇത് OR പ്രൊജക്ടിലെ ബേസിക് ആയിട്ടുള്ള കീ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ഇഗ്നൗന്റെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഫർദർ റീഡിങ്ങിന് 3 ടെക്സ്റ്റ് ബുക്ക് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഹില്ലർ ആൻഡ് ലിബർമാന്റെയും താഹയുടെയും സ്വീനി എറ്റാളുടെയും ഓപ്പറേഷൻ റിസർച്ചിലെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഫർദർ റീഡിങ്ങിന് റെഫർ ചെയ്യാവുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് OR. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലേക്ക് പോകുന്നതോടും കുറച്ചുകൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാൻ തോന്നാം. കുറച്ചുകൂടി പ്രോബ്ലംസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ പ്രോബ്ലംസ് ചെയ്യണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഹിസ്റ്ററിയിലേക്ക് ഒന്ന് പോവാം. തുടക്കം വേൾഡ് വാർ 2 തുടക്കത്തിൽ ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചു നമ്മൾ. അവിടെ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന ഓപ്പറേഷൻ റിസർച്ച്, വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന നമ്മുടെ ഡിസിപ്ലിൻ ഓപ്പറേഷൻ റിസർച്ച് എങ്ങനെ അവിടെ നിന്ന് ഇവിടെ വരെ എത്തി എന്നുള്ളതിന് നമുക്ക് ഓരോ സ്റ്റെപ്പ് വഴി നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേൾഡ് വാർ 2 നിന്ന് തുടങ്ങാം. അതിന്റെ 2ാം പകുതിയിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിക്കുന്നത്. ഈ ഓപ്പറേഷൻ റിസർച്ച് എന്ന ടേം കൊണ്ടുവന്നത് മെക്ലോസ്കി ആൻഡ് ക്രെഫ്റ്റൻ ആണ്. 1940-ലാണ് ഈ ടേം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. വേൾഡ് വാർ 2 ഉപയോഗിച്ച് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രിട്ടീഷ് സയൻസിന് മുന്നിലേക്ക് വന്ന ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് എയർ ഓപ്പറേഷൻസ് സ്മൂത്ത് ആക്കാൻ വേണ്ടി. ഇപ്പോൾ എന്തായാലും യുദ്ധമാകുമ്പോൾ എന്തായാലും ഹെലികോപ്റ്ററും കാര്യങ്ങളും നമ്മുടെ എയർ ഓപ്പറേഷൻസ് സ്മൂത്ത് ആക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷ് സയന്റിസ്റ്റിന് മുന്നിലേക്ക് ആദ്യം വന്ന പ്രോബ്ലം എന്ന് പറയുന്നത് എയർ ഓപ്പറേഷൻസ് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റഡാറുകൾ ഓരോ സ്ഥലത്ത് നമുക്ക് സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ റഡാറുകൾ എവിടെയൊക്കെ പ്ലേസ് ചെയ്യണം, എത്ര ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യണം, എങ്ങനെയൊക്കെ പ്ലേസ് ചെയ്താലാണ് നമുക്ക് നമ്മുടെ എയർ ഓപ്പറേഷൻസ് കൂടുതൽ സ്മൂത്ത് ആക്കാൻ പറ്റുക, അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റുക. ഈ ഒരു പ്രോബ്ലം ആണ് ബ്രിട്ടീഷ് സയന്റിസ്റ്റിന് മുന്നിലേക്ക് ആദ്യമായിട്ട് വന്നത്. അപ്പോ ഓഫ്കോഴ്സ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എയർ ഓപ്പറേഷൻസിന്റെ എഫക്റ്റീവ്നെസ് കൂട്ടുക, പിന്നെ കോസ്റ്റ് മിനിമൈസേഷനും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അങ്ങനെ പല ഒബ്ജക്റ്റീവ്സും കോൺസ്ട്രെയിൻസും കാര്യങ്ങളും എല്ലാം അവരുടെ പ്രോബ്ലത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സയന്റിഫിക് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് ഈ സയന്റിസ്റ്റ് എല്ലാവരും കൂടി ചേർന്ന് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു. ആ സൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ വാറിന്റെ സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അവരുടെ ഒബ്ജക്റ്റീവ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ കോൺസ്ട്രെയിൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ നോക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ഓപ്പറേഷൻ റിസർച്ച് നമ്മുടെ വേൾഡ് വാർ 2 ഉപയോഗിച്ചു എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ബ്രിട്ടീഷ് ഫൈറ്റേഴ്സിന്റെ എഫക്റ്റീവ്നെസ്സിനെ വളരെയധികം എന്ത് ചെയ്തിട്ടുണ്ട്? എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. പിന്നീട് നമ്മളിപ്പോ പറഞ്ഞാൽ എയർ ഓപ്പറേഷൻസിന് മാത്രമല്ല, മറ്റു മിലിറ്ററി ഓപ്പറേഷൻസിനും ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ആന്റി സബ്മറൈൻ വാർഫെയറിലായാലും അങ്ങനെ വേരിയസ്, അത് മാത്രമല്ല അങ്ങനെ പലതരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. UK മാത്രമല്ല മിലിറ്ററി ഓപ്പറേഷൻസ് ഉപയോഗിച്ചിരുന്നത്, പിന്നീട് USA അവരും ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ മിലിറ്ററി ഓപ്പറേഷൻസിൽ മാത്രം ഒതുങ്ങി നിന്ന ഓപ്പറേഷൻ റിസർച്ച് മിലിറ്ററി ഓപ്പറേഷൻസിൽ മാത്രമാണ് ഒതുങ്ങി നിന്നത്. പിന്നീട് ഇത് അങ്ങോട്ട് നോൺ മിലിറ്ററി ഓപ്പറേഷൻസിലേക്കും ഉപയോഗിക്കാൻ തുടങ്ങി. പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും ഇൻഡസ്ട്രീസും എല്ലാം ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ച് അവരുടെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് 1951 നാഷണൽ റിസർച്ച് കൗൺസിൽ ഇൻ USA ORന് ഒരു കമ്മിറ്റി തന്നെ ഫോം ചെയ്യുകയുണ്ടായി. പിന്നീട് 1952 ഓപ്പറേഷൻ റിസർച്ച് സൊസൈറ്റി ഓഫ് അമേരിക്ക എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് ഓപ്പറേഷൻ റിസർച്ചിന്റെ ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ റിസർച്ച് ആണ്, ബൈ മോർസെ ആൻഡ് കിംബൽ. അത് ഫസ്റ്റ് ബുക്ക് പിന്നീട് അത് പബ്ലിഷ് ചെയ്യേണ്ടായി. അപ്പൊ എങ്ങനെയാണ് ഈ മിലിറ്ററി ഓപ്പറേഷൻസിൽ നിന്നും നോൺ മിലിറ്ററി ഓപ്പറേഷൻസിലേക്ക് OR വന്നത് എന്നത് നമുക്ക് ഇതിൽ നിന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് നോൺ മിലിറ്ററി ഓപ്പറേഷൻസ് യൂസ് ചെയ്തു. ഇനി നമുക്ക് എങ്ങനെയാണ് ഇൻഡസ്ട്രിയിലേക്ക് ഓപ്പറേഷൻ റിസർച്ച് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ മാനേജേഴ്സ് അവരുടെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ORന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുകയും അത് അവരുടെ കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുകയും ചെയ്തു.
വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഏറ്റവും ഈസി ആയിട്ടും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നവർ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഓപ്പറേഷൻ റിസർച്ച് ഉപയോഗിച്ചു. അപ്പൊ ഇപ്പൊ യു കെയിലും യു എസ് എയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന നമ്മുടെ ഓപ്പറേഷൻ റിസർച്ചിന് ഒരു ഇന്റർനാഷണൽ എക്സ്പാൻഷൻ പിന്നീട് ഉണ്ടാവുകയുണ്ടായി. 1959 ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓപ്പറേഷൻ റിസർച്ച് സൊസൈറ്റി പിന്നീട് സ്ഥാപിക്കുകയുണ്ടായി. അതിനകത്ത് പല വിവിധ നമ്മുടെ ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾ അതിനകത്ത് മെമ്പർ ആവുകയുണ്ടായിരുന്നു. ഈവൻ ഇന്ത്യ പോലും അതിന്റെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് മെമ്പേഴ്സിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ത്യൻ കോൺടെക്സ്റ്റിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ 1949 ഇന്ത്യയിലെ ആദ്യത്തെ OR യൂണിറ്റ് റീജിയണൽ റിസർച്ച് ലബോറട്ടറി ഹൈദരാബാദിൽ സ്ഥാപിക്കുന്നത്. പിന്നീട് 1953 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ടയിൽ അടുത്ത OR യൂണിറ്റ് സ്ഥാപിക്കുന്നത്. 1955 OR സൊസൈറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ OR സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഓപ്പറേഷൻ റിസർച്ച് സൊസൈറ്റിയുടെ ഒരു മെമ്പർ ആയിരുന്നു. ലൈക് ഫസ്റ്റ് ലൈൻ ഓഫ് മെമ്പറിൽ തന്നെ OR സൊസൈറ്റി ഓഫ് ഇന്ത്യ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ OR റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ജേണൽ എന്ന് പറയുന്നത് ഓബ്സർച്ച് ആണ്. നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ OR സൊസൈറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ ജേണൽ പബ്ലിഷ് ചെയ്തത്. 1963 ഈ ജേണൽ പബ്ലിഷ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറഞ്ഞ വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സിംപ്ലെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വരും യൂണിറ്റിൽ നിങ്ങൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്താണെന്ന് പഠിക്കും. അത് സിംപ്ലെക്സ് മെത്തേഡ് വഴി എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾ പഠിക്കും. അപ്പോൾ ഈ സിംപ്ലെക്സ് മെത്തേഡ് കണ്ടുപിടിച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സിംപ്ലെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ജോബ് ഡാൻസിഗ് ആണ് സിംപ്ലെക്സ് അൽഗോരിതം, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സിംപ്ലെക്സ് അൽഗോരിതം കണ്ടുപിടിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവരും വൈഡ്ലി യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള മെത്തേഡാണ് സിംപ്ലെക്സ് അൽഗോരിതം എന്ന് പറയുന്നത്. 1947 ഇത് ഇൻവെന്റ് ചെയ്യുന്നത്. സോ ഇത് ORന്റെ ഒരു ഡെവലപ്മെന്റിന് വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ പറയാനുള്ളത് കമ്പ്യൂട്ടർ റെവല്യൂഷൻ ആണ്. കമ്പ്യൂട്ടർ പാക്കേജസുകളുടെ ORൽ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് ORന്റെ ഡെവലപ്മെന്റിനെ ഇത് സ്വാധീനിച്ചത്, വളരെയധികം ലൈക്ക് ഈ കമ്പ്യൂട്ടർ പാക്കേജസിന് എന്ത് ഇമ്പോർട്ടൻസ് ആണ് OR ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ 1950s നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു സിംപ്ലെക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകും, നിരവധി കോൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ ടേമൊക്കെ നമ്മൾ യൂണിറ്റിലേക്ക് കയറുമ്പോൾ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, നിരവധി കോൺസ്ട്രെയിൻസും ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഒരു സിംപ്ലെക്സ് മെത്തേഡ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് 1950s. ഫസ്റ്റ് കമ്പ്യൂട്ടർ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നത് 1950s. പിന്നെ 1960s ഏകദേശം നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഏകദേശം മാക്സിമം കൂടി പോയി ഒരു 5 to 6 കോൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു thousands ഓഫ് കോൺസ്ട്രെയിൻസ് ഉള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ നമുക്ക് 1960s സാധിച്ചത്. കമ്പ്യൂട്ടർ റെവല്യൂഷൻ കൊണ്ട് തന്നെയാണ് അതൊക്കെ സാധിച്ചത്. പിന്നീട് നമ്മൾ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഏകദേശം ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് വേരിയബിൾസ് ഉള്ള ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ നമുക്ക് ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമുക്ക് സാധിക്കും. അപ്പൊ ഒരു കമ്പ്യൂട്ടർ റെവല്യൂഷൻ ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടർ റെവല്യൂഷൻ എങ്ങനെയാണ് ORന്റെ ഡെവലപ്മെന്റിനെ സ്വാധീനിച്ചത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകാവുന്നതാണ്. പിന്നെ നമ്മളിപ്പോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം പറഞ്ഞു. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ടൂൾസ് ടെക്നിക്സുകൾ പറഞ്ഞു. ലൈക്ക് നിങ്ങൾ ഓരോ യൂണിറ്റിലും ഓരോ ടെക്നിക്സുകളും ഓരോ പ്രോബ്ലംസ് ആണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ പഠിക്കുന്നത്. അപ്പോൾ പിന്നീട് അങ്ങോട്ട് 1950 to 1970 ഇടയിലാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതും ഡിസ്കസ് ചെയ്യാൻ പോകുന്നതുമായ ORലെ വളരെ ഫേമസ് ആയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നത്. ഇപ്പൊ നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്, ഇന്റീജർ പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, സിമുലേഷൻ, പിന്നെ PERT, CPM. PERT എന്ന് പറയുമ്പോൾ പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക് ആണ്. CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ആണ്. ഇത് പ്രൊജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. പിന്നീട് ക്യൂയിങ് തിയറി, ഇൻവെന്ററി മോഡൽസ്, ഗെയിം തിയറി, സീക്വൻസിങ്, സ്കെഡ്യൂളിംഗ് അൽഗോരിതംസ്, ഈ ടെക്നിക്സ് OR ടെക്നിക്സ് ഒക്കെ പിന്നീടാണ് ഡെവലപ്പ് ചെയ്ത് വന്നത്. അപ്പോൾ OR എന്ന് പറയുന്ന ഡിസിപ്ലിൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അതൊരു ഇന്റർ ഡിസിപ്ലിനറി ആണ്. ലൈക്ക് പല ഡിസിപ്ലിനിൽ നിന്നുള്ള ലൈക്ക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, അങ്ങനെ പല ഡിസിപ്ലിനുള്ള കോൺട്രിബ്യൂഷൻ ORലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ മാത്സ്, എഞ്ചിനീയറിംഗ്, എക്കണോമിക്സിലുള്ള പല സയന്റിസ്റ്റിന്റെയും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന OR എന്ന് പറയുന്നത് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പല ടെക്നിക്സ് ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. മാത്സിലോ എഞ്ചിനീയറിംഗിലോ എവിടെയെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം ഓൾറെഡി. പക്ഷെ അതിനെല്ലാം യൂണിഫൈ ചെയ്ത് OR എന്നൊരു ഡിസിപ്ലിനിലേക്ക് പിന്നീട് അതിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ World War II കണ്ട ആ ഒരു ഓപ്പറേഷൻ റിസർച്ചിൽ നിന്ന് നമ്മൾ ഇന്ന് കാണുന്ന വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ORലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു ബേസിക് ഐഡിയയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലം, ഒരു ഓപ്പറേഷൻ റിസർച്ച് സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇനി ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സും ടൂൾസും എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓപ്പറേഷൻ റിസർച്ച് പ്രോബ്ലം നമ്മളിലേക്ക് മുന്നിലേക്ക് വരുമ്പോൾ മോഡൽ ഫോർമുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റെപ്പാണ്, നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ മോഡലോ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലോ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സിംപ്ലസ് അൽഗോരിതം, പിന്നെ ഓരോ പ്രോബ്ലത്തിനും ഓരോ ടെക്നിക്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഓരോ മോഡൽ ഫോർമുലേഷൻ നമ്മൾ ഓരോ പ്രോബ്ലത്തിനുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഒ ആർ ടീമിൽ, ഒരു ഓർഗനൈസേഷന്റെ ഒ ആർ ടീമിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ, അത് മേ ബി ഒരു ഇൻഡിവിജ്വൽ ആകാം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആകാം, നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങളുടെ ആ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്, ആ പ്രോബ്ലം ഇതിനു മുമ്പ് ആരും സോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരു കറക്റ്റ് സൊല്യൂഷൻ, നമ്മളിപ്പോ ഒരു പ്രോബ്ലം മാത്സിൽ ഇപ്പോൾ 1+1=2 എന്ന് പറയുന്ന പോലെ നമുക്ക് ഓൾറെഡി ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല നമ്മുടെ പ്രോബ്ലത്തിന്. നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണോ, ഇൻഫർമേഷൻസ് എന്താണോ, അത് വെച്ചിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്, നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, കുറച്ച് കോൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് എന്താണോ നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളോട് പറയുന്നത്, ആ ഒരു പ്രോബ്ലത്തിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ, ബെസ്റ്റ് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എൻ ഒ ആർ ടീം നിങ്ങൾ ചെയ്യേണ്ടത്. പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരുന്നു, നമ്മൾ ആ പ്രോബ്ലം നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് നോക്കുന്നു, നമ്മളൊരു മോഡൽ കൺസ്ട്രക്ഷൻ നടത്തുന്നു, നമുക്ക് അറിയാവുന്ന സയന്റിഫിക് അപ്രോച്ച്, നമ്മുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അതിനെ സോൾവ് ചെയ്യുന്നു, നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഒരു ഒ ആർ ടീം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഒ ആർ ടീമിൽ ഇരിക്കുന്ന ഒരു ആളെന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടത്. എന്ത് അപ്രോച്ച് ആയിരിക്കും നിങ്ങളുടെ ഒരു മുന്നിലേക്ക് ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്നതിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട്, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മുടെ കോൺസ്ട്രെയിൻസ് എന്താണ് നമ്മൾ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ, കോസ്റ്റ് മിനിമൈസേഷൻ ആണോ, എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, നമുക്ക് അതിൽ ഉൾപ്പെടുന്ന കോൺസ്ട്രെയിൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മോഡൽ കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലത്തിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ മോഡലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അത് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടോ ഫോർമുല യൂസ് ചെയ്തിട്ടോ. ഇപ്പൊ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലാണെങ്കിൽ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും എല്ലാം കൂടി ചേർന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് ഫോർമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ഓരോ പ്രോബ്ലത്തിനും ഒരു മാത്തമാറ്റിക്കൽ മോഡൽ നമ്മൾ എന്ത് ചെയ്യും, കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കും. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആൻഡ് ഒപ്റ്റിമൈസേഷൻ. നമുക്ക് കിട്ടിയ ഒരു സൊല്യൂഷൻ നമ്മൾ സയന്റിഫിക് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനെ നമ്മുടെ മോഡലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഓരോ വാല്യൂസ് മാറുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സും കോൺസ്ട്രെയിൻസ് ഒക്കെ മാറുന്നത്, ഇതെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും നമ്മൾ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ ഒപ്റ്റിമൈസേഷൻ, നമ്മൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇനി അങ്ങോട്ട് പോകുന്നതോടെ നിങ്ങൾ കൂടുതൽ കേൾക്കാൻ പോകുന്ന കുറച്ച് ടേംസ് ആണ് ഈ പറയുന്ന ക്രൈറ്റീരിയൻ, ഒപ്റ്റിമൈസേഷൻ, സബ് ഒപ്റ്റിമൈസേഷൻ ഒക്കെ. അപ്പൊ എന്താണ് ക്രൈറ്റീരിയൻ? നമുക്കിപ്പോ ഒരു പ്രോബ്ലം ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ഒരു പ്രോബ്ലത്തിന്റെ റിസൾട്ടിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പ്രോബ്ലം നിങ്ങളുടെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എങ്ങനെയാണ് നിങ്ങൾ നോക്കും. അതിനകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാണ് അതായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആകുമ്പോൾ നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ അതാണ് നമ്മുടെ ക്രൈറ്റീരിയൻ. നമ്മുടെ പ്രോബ്ലത്തിലെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ഏത് മെഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്, ആ മെഷറിനെയാണ് നമ്മൾ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോ നമ്മൾ കോസ്റ്റ് മിനിമൈസേഷൻ ആണ് പറയണമെങ്കിൽ നമ്മൾ ഏതായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയൻ? കോസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ക്രൈറ്റീരിയന്റെ ഒരു ബെസ്റ്റ് വാല്യൂ അച്ചീവ് ചെയ്യാം. അത് മാക്സിമം ആവട്ടെ മിനിമം ആവട്ടെ, ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുക. ഇപ്പൊ നമ്മൾ പ്രോഫിറ്റ് ആകുമ്പോൾ നമ്മൾ എന്തായാലും പ്രോഫിറ്റിനെ മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കില്ലല്ലോ. ഒരു ഓർഗനൈസേഷൻ എപ്പോഴും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാണ് ചെയ്യേണ്ടത്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, പിന്നെ കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, ഇതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയന്റെ ബെസ്റ്റ് വാല്യൂ അച്ചീവ് ചെയ്യാന്നുള്ളത്, അത് മാക്സിമം ആവട്ടെ മിനിമൈസിങ് ആവട്ടെ, അതിനായിരിക്കും നമ്മൾ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകുന്തോറും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മിനിമൈസ് ചെയ്യാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സബ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ റിയൽ വേൾഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് മാത്രമല്ല ഉണ്ടാവും, നമുക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുവാണെങ്കിൽ നമുക്കിപ്പോ ലേബർ കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ടാകും, കൂടാതെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ടാവും. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ, ലേബർ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക, ക്വാളിറ്റി മാക്സിമൈസ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഒരെണ്ണത്തിൽ മാത്രമാണ്, ഒരു ഒബ്ജക്റ്റീവിൽ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ലേബർ കോസ്റ്റ് മിനിമൈസ് ചെയ്യണം, ഞാൻ ആ ഒരു പ്രോബ്ലത്തിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാണ്,
ഞാൻ എന്ത് ശ്രദ്ധിക്കുന്നില്ല, അതിന്റെ ക്വാളിറ്റി ഞാൻ ഒട്ടും പരിഗണിക്കുന്നേ ഇല്ല എന്റെ പ്രോബ്ലത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലത്തിൽ ഒരു ഒബ്ജക്റ്റീവിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത്തരം പ്രോബ്ലത്തിലാണ് ഞാൻ സബ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു OR പ്രോബ്ലം നമ്മൾ മുന്നിലേക്ക് വന്നാൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇതിന് മനസ്സിലായി. ഇനി നമ്മൾ കുറച്ച് നമ്മൾ ORൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സും ടൂൾസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ റിസർച്ചിൽ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്, വളരെ കീ ടെക്നിക്സ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോസ്റ്റ് ഓഫ് എല്ലാ ടെക്നിക്സും നമ്മൾ ഇനി ഓരോ യൂണിറ്റിലായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു ബേസിക് ഐഡിയ ഓരോന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ലീനിയർ പ്രോഗ്രാമിങ്ങും നോൺ ലീനിയർ പ്രോഗ്രാമിംഗ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ എടുക്കുമ്പോൾ അതിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാകും, നിരവധി കോൺസ്ട്രെയിൻസും അതിനകത്ത് ഉണ്ടാകും. ഇപ്പൊ നമ്മളൊരു മാത്തമാറ്റിക്കലി ആ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും കോൺസ്ട്രെയിൻസ് ഒക്കെ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അവർ ലീനിയർ ഫംഗ്ഷൻസ് ആണ് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വഴിയായിരിക്കും നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി അത് നോൺ ലീനിയർ ഫംഗ്ഷൻസ് ആണെങ്കിൽ അത് നോൺ ലീനിയർ പ്രോഗ്രാമിംഗിന്റെ കീഴിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ മാത്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരാത്തവർക്ക് ഈ ലീനിയർ നോൺ ലീനിയർ ഫംഗ്ഷൻസ് എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ടാകും. നമ്മൾ ആ യൂണിറ്റിലേക്ക് ചെല്ലുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങളിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ലീനിയർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, ലീനിയർ കോൺസ്ട്രെയിൻസ് ആണ്, അവരുടെ ഒപ്റ്റിമൈസേഷൻ ആണ് വേണ്ടതെങ്കിൽ either മാക്സിമൈസിങ് ഓർ മിനിമൈസിങ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആയിരിക്കും. നോൺ ലീനിയർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ആയിരിക്കും. അപ്പൊ ഈ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കോസ്റ്റ് മിനിമൈസേഷൻ ഒക്കെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ ആപ്ലിക്കേഷൻ എക്സാമ്പിൾ ആണ്. നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന്റെ യൂണിറ്റ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ പറയുന്നത് ഇന്റീജർ പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പൊ നമുക്ക് വേണ്ട സൊല്യൂഷൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് വേണ്ടത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ട്രക്സ് ആണ്. നമുക്ക് ഫൈനൽ ആയിട്ട് വേണ്ട സൊല്യൂഷൻ, നമ്മുടെ കയ്യിലേക്ക് വേണ്ട സൊല്യൂഷൻ നമ്പർ ഓഫ് ട്രക്സ് ആണെന്ന് വിചാരിച്ചോ. നമ്മൾ സാധാരണ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം വഴി നമ്മൾ സോൾവ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ആൻസർ 2.6 ആണ്. പക്ഷെ നമ്പർ ഓഫ് ട്രക്സ് അങ്ങനെ 2.6 ആയിട്ട് നമുക്ക് അതിനെ എങ്ങനെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും? പറ്റില്ല. അപ്പൊ നമ്മുടെ സൊല്യൂഷൻസ് നമുക്ക് ഇന്റീജർ ആയിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റീജർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് നമുക്ക് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക് എന്ന് പറയുന്നത്. അടുത്ത ടെക്നിക് എന്ന് പറയുന്നത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. ഇത് യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റേജ് പ്രോസസ് അല്ല, നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു മൾട്ടി സ്റ്റേജ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ ഡിസിഷൻ നമ്മൾ എടുക്കുമ്പോൾ അത് ഫസ്റ്റ് സ്റ്റേജിലെ ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച്, ഓരോ സ്റ്റേജ് പോകുന്നതിനനുസരിച്ച് ഓരോ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ നമ്മൾ എടുത്ത ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ചെയ്തു വന്ന രീതിയിലൊന്നും നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത്തരം ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ യൂസ് ചെയ്യുന്നത്. വെയിറ്റിംഗ് ലൈൻ തിയറി അല്ലെങ്കിൽ ക്യൂയിങ് തിയറി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്താണ്. നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് എന്തായാലും കസ്റ്റമർ എന്നുള്ള രീതിയിൽ നമുക്ക് മിക്കവാറും വെയിറ്റിംഗ് ടൈം നമുക്ക് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഒരു വെയിറ്റിംഗ് ടൈം, ഒരു മാനേജർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വെയിറ്റിംഗ് ടൈം കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെയിറ്റിംഗ് ടൈം കുറക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സെർവറുകൾ ലൈക്ക് ബില്ലിംഗ് കൗണ്ടറുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു നിശ്ചിതമായൊരു വെയിറ്റിംഗ് ടൈം നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം സെർവറുകൾ ലൈക്ക് അഥവാ എത്രത്തോളം ബില്ലിംഗ് കൗണ്ടർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളാണ് വെയിറ്റിംഗ് ലൈൻ തിയറി അഥവാ ക്യൂയിങ് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഗെയിം തിയറി എന്ന് പറയുമ്പോൾ ഒരു കൺഫ്ലിക്ട് സിറ്റുവേഷൻസിൽ ഡിസിഷൻ മേക്കിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ഗെയിം തിയറി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളൊരു 2 പ്ലെയർ ഗെയിം നടത്തുവാണ്, നിങ്ങളുടെ ഒപ്പോണന്റിന്റെ കൂടെ ലൈക്ക് നിങ്ങൾ ഗെയിം കളിച്ചൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഡിസിഷൻ, ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നിങ്ങൾ ഒരു ഡിസിഷൻ ചൂസ് ചെയ്താൽ നിങ്ങൾ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, നിങ്ങളുടെ ഒപ്പോണന്റ് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്. ഇപ്പൊ നിങ്ങളുടെ ഒപ്പോണന്റ് ഒരു ഡിസിഷൻ ചൂസ് ചെയ്താൽ നിങ്ങളുടെ ഒപ്പോണന്റ് വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി എത്രയാണ്, അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഗെയിം തിയറി എന്ന് പറയുന്നത്. അടുത്തത് ഇൻവെന്ററി കൺട്രോൾ മോഡൽ. ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷന്റെ ഒരു ഇൻവെന്ററി കൺട്രോൾ ചെയ്യുന്ന ഒരു ലൈക്ക് മാനേജ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? നമ്മുടെ പ്രൊഡക്ഷൻ റേറ്റ്, ഡിമാൻഡ്, പിന്നെ നമ്മൾ ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം. എപ്പോഴൊക്കെയാണ് ഒരു പ്രോപ്പർ ഇൻവെന്ററി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഒരു റെഗുലർ ഇന്റർവൽ നിങ്ങൾ എത്രത്തോളം ഇൻവെന്ററി ലൈക്ക് റീഓർഡർ ചെയ്യണം, ലൈക്ക് എപ്പോഴൊക്കെയാണ് നിങ്ങൾ റീഓർഡർ ചെയ്യേണ്ടത്, എത്രത്തോളം ക്വാണ്ടിറ്റി നിങ്ങൾ അത് റീഓർഡർ ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ടെക്നിക്കാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ മോഡൽ കാറിലെ സിമുലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തന്നിരുന്നു. സിമുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫീസിബിൾ ആയിട്ടുള്ള ഒരു റിയൽ എക്സ്പെരിമെന്റ്, ഒരു എക്സ്പെരിമെന്റ് ആണെങ്കിൽ പറഞ്ഞ മില്യൺസ് ഓഫ് ടൈംസ് ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്താൽ അതിന്റെ ഔട്ട്കം എന്തായിരിക്കും, എത്ര ഹെഡ്സ് കിട്ടാം, എത്ര ടെയിൽ കിട്ടാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇത്തരം എക്സ്പെരിമെന്റ്സിനെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വെർച്വൽ മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്.
അടുത്തത് സീക്വൻസിങ് തിയറി. സീക്വൻസിങ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാണ് ഓർഡർ ഓഫ് ജോബ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ഫാക്ടറിയിൽ നമുക്ക് ടോട്ടൽ 5 ജോബാണുള്ളത്. ആ 5 ജോബ് ചെയ്യാൻ ആകെ നമ്മുടെ കയ്യിൽ 4 ആളുകളെ ഉള്ളൂ. കൂടാതെ ഓരോ ജോബിനും വേണ്ട ആളുകളുടെ എണ്ണം, ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട വർക്കേഴ്സിന്റെ എണ്ണം ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ ഒരു ജോബിന് ഒരാൾ മതിയായിരിക്കും, അടുത്ത ജോബിന് 3 പേരെ വേണമായിരിക്കും. പിന്നെ ഓരോന്നിന്റെയും ടൈം ഡ്യൂറേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജോബിന് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം സച്ച് ദാറ്റ് നമ്മുടെ കോസ്റ്റ്, നമ്മുടെ ലേബർ കോസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യണം. ഇത്തരം പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ സീക്വൻസിങ് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് മാർക്കോ പ്രോസസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് എന്താണ് മാർക്കോവിയൻ പ്രോപ്പർട്ടി, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മാർക്കോവിയൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മാർക്കോവിയൻ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താണ് മാർക്കോവിയൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു പ്രോബ്ലം അതിന്റെ ഓരോ സ്റ്റേറ്റിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2, സ്റ്റേറ്റ് 3 ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എത്തുമ്പോൾ നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റിലേക്ക് വേണ്ടി ഡിസിഷൻ ചൂസ് ചെയ്യുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞു വന്ന ഒരു സ്റ്റേറ്റിന് കഴിഞ്ഞു വന്ന എല്ലാ സ്റ്റേറ്റുമായിട്ട് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു പ്രോപ്പർട്ടിനെയാണ് മാർക്കോവിയൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ലോങ് റണ്ണിൽ ഒരു ലോങ് റൺ പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, നമ്മളിപ്പോ റിപ്പീറ്റ് ചെയ്ത് ഒരു ലോങ് റണ്ണിൽ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ഡിസിഷൻ എടുക്കാനുള്ള പ്രോബബിലിറ്റീസ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ മാർക്കോ പ്രോസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നെറ്റ്വർക്ക് സ്കെഡ്യൂളിംഗ് ആണ്. നെറ്റ്വർക്ക് സ്കെഡ്യൂളിൽ നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള 2 മെത്തേഡ് ആണ് PERT ആൻഡ് CPM, പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, പക്ഷെ ഒരു പ്രൊജക്ട് മാനേജ്മെന്റ് യൂസ് ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള 2 മെത്തേഡ് ആണിത്. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റിൽ നിരവധി ആക്ടിവിറ്റീസ് ഉണ്ടാകും. ആക്ടിവിറ്റീസ് ഓരോ ടൈം ഡ്യൂറേഷൻ ഉണ്ടാകും, ഓരോ ആക്ടിവിറ്റീസിനും പ്രിസീഡിങ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഇങ്ങനത്തെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു പ്രൊജക്ടിന്റെ ലെങ്ത്, ടൈം ഡ്യൂറേഷൻ, ഒരു ഓവറോൾ ഒരു പ്രൊജക്ടിന്റെ ടൈം ഡ്യൂറേഷൻ നമുക്ക് എങ്ങനെ കുറക്കാം, മിനിമൈസ് ചെയ്യാം, കോസ്റ്റ് എങ്ങനെ മിനിമൈസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളായിരിക്കും നമ്മൾ നെറ്റ്വർക്ക് സ്കെഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതാണ് സിംബോളിക് ലോജിക്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഈ 3 ടെക്നിക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് അങ്ങോട്ട് പഠിക്കാനില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ന് പറയുന്നത് സിംബോളിക് ലോജിക് ആണ്. സിംബോളിക് ലോജിക് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ സിമ്പിൾസും വളരെ ഷോർട്ട് ആക്കാൻ പറ്റും, നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട്. അതാണ് സിംബോളിക് ലോജിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഇപ്പോ ഞാൻ പറയുവാണ്, നിങ്ങൾ ഇന്ന് പഠിച്ചു കഴിയുകയാണെങ്കിൽ നമുക്ക് പുറത്തു പോകാം. അപ്പൊ ഒരു ഈഫ് ദെൻ പ്രൊപ്പോസിഷൻ ആണ് അവിടെ നടക്കുന്നത്. ഇതിന് നമുക്ക് ഈ ഒരു ഇത്തിരി പഠിച്ചു കഴിയുവാണെങ്കിൽ പുറത്തു പോകാം, ഇത് വളരെ ഇത്തിരി കൂടി ലെങ്ത് കൂടിയ ഒരു പ്രൊപ്പോസിഷൻ ആണല്ലേ. നമുക്ക് ഇതിനെ എങ്ങനെ ഷോർട്ട് ആക്കാം, നമുക്ക് എങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് സിംബോളിക് ലോജിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നാം പുറത്തു പോവുകയാണെങ്കിൽ ഈ ഇത്രയും ഒരു സെന്റൻസിനെ ഞാൻ ക്യാപിറ്റൽ A കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് പുറത്തു പോകാം, അതിനെ ക്യാപിറ്റൽ B കൊണ്ട് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനൊരു പ്രിപ്പോസിഷൻ ലോജിക് ആയിട്ട് എനിക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? എ ഇംപ്ലൈസ് ബി എന്ന് എനിക്ക് എഴുതാൻ പറ്റും. എ നടക്കുകയാണെങ്കിൽ ദെൻ ബി പഠിക്കുകയാണെങ്കിൽ പുറത്തു പോകാം. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം, അതാണ് സിംബോളിക്കൽ ലോജിക്കിൽ നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് ഇൻഫർമേഷൻ തിയറി. ഇൻഫർമേഷൻ തിയറി എന്ന് പറയുന്നത് നമ്മളൊരു സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഫ്ലോ ചെയ്യുന്നത്, അതിന്റെ എഫിഷ്യൻസി എന്തൊക്കെയാണ്, അതിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുന്ന കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഇൻഫർമേഷൻ തിയറി എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, യൂട്ടിലിറ്റി ഓർ വാല്യൂ തിയറി. ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോബ്ലം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് നിരവധി ചോയ്സസ് ഉണ്ട്. നമുക്ക് ഡിസിഷൻ മേക്കിംഗ് നടത്തുവാണെങ്കിൽ നമുക്ക് നിരവധി ചോയ്സുകൾ ഉണ്ട്, 2 അതിൽ കൂടുതലോ ചോയ്സുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു ചോയ്സ് നമുക്ക് ചൂസ് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ ഒരു യൂട്ടിലിറ്റി തിയറിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഈ ഓരോ ചോയ്സിനും നമ്മൾ ഓരോ പോയിന്റ് നമ്മൾ അസൈൻ ചെയ്യും, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ ഓരോ ചോയ്സിനും അസൈൻ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പുറത്ത് പോവുകയാണ്, നമുക്ക് ഏതൊരു 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്കൊരു സിനിമക്ക് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു ബുക്ക് വാങ്ങിക്കാം. ഈ 2 ഓപ്ഷനാണ് എന്റെ മുന്നിലുള്ളത്. അപ്പൊ നമുക്ക് ഈ 2 ചോയ്സിന് നമുക്കൊരു പോയിന്റ് കൊടുക്കാം. ഞാനിപ്പോ ബുക്ക് വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ ഞാനൊരു 10ൽ 8 മാർക്ക് ഞാൻ ഇതിന് കൊടുക്കും, 8 പോയിന്റ് ഞാൻ ഇതിന് കൊടുക്കും. ഞാനിപ്പോ മൂവിക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആ ചോയ്സിന് ഒരു 10ൽ 6 മാർക്ക് ഞാൻ കൊടുക്കും. അങ്ങനെ ഓരോ ചോയ്സിനും നമ്മൾ ഒരു ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുകയും ചെയ്യും. ഇതാണ് യൂട്ടിലിറ്റി തിയറി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് ഒരു കോൺസെപ്റ്റ് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇതിന്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ. ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ ഒരു ടെക്നിക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും അതിൽ ഇമ്പ്രൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ടെക്നിക്കിൽ. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സും മോറൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ നമ്മൾ ഇനി ഓരോ യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും.
അപ്പൊ ഈ ഒരു പാർട്ട് 1 വീഡിയോയിൽ യൂണിറ്റ് 1ന്റെ പാർട്ട് 1 വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഓപ്പറേഷൻ റിസർച്ച്, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹിസ്റ്ററി പറഞ്ഞു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു OR സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ ഒരു പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണം, പിന്നെ കുറച്ച് ടെക്നിക്സും കാര്യങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു. അപ്പൊ നമുക്ക് ഇനി അടുത്ത യൂണിറ്റ് 1ന്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.